ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാകില്ലെന്ന് ഉറപ്പായതിന് തൊട്ടുപിന്നാലെ എപിയിൽ നിന്ന് നേതാക്കൾ കൂട്ടത്തോടെ രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. എപിക്ക് പുറമെ PEP എന്നീ പ്രാദേശിക പാർട്ടിയിലെ നേതാക്കളും കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്. പഞ്ചാബിലാണ് കോൺഗ്രസിന് നേട്ടമുണ്ടാകുന്ന നേതാക്കളുടെ കൂറുമാറ്റം സംഭവിച്ചിരിക്കുന്നത്. സുഖ്പാൽ സിംഗ് ഖൈറ നേതൃത്വം നൽകുന്ന പഞ്ചാബി ഏക്താ പാർട്ടിയുടെ നേതാക്കളും കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ BSPയിൽ നിന്നും നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു. BSP നേതാവ് മോഹൻലാൽ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിനെ നേരിട്ട് കണ്ടാണ് കോൺഗ്രസ് അംഗത്വമെടുത്തത്. BSPയുടെ പഞ്ചാബ് മുൻ അധ്യക്ഷൻ ഗുരുലാൽ സൈല 2017 ബങ്കയിൽ BSPക്ക് വേണ്ടി മത്സരിച്ച രജീന്ദർ സിംഗ് എന്നിവരും കോൺഗ്രസ് അംഗത്വമെടുത്തു. ചണ്ഡിഗഡിൽ ഇവർക്ക് പ്രത്യേകം സ്വീകരണം കോൺഗ്രസ് നൽകിയിരുന്നു. നേതാക്കൾ കൂട്ടത്തോടെ പാർട്ടിയിൽ ചേരുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കോൺഗ്രസിന് കൂടുതൽ നേട്ടമുണ്ടാകുമെന്നാണ് പാർട്ടി നേതൃത്വം പ്രതികരിച്ചത്. പ്രതിപക്ഷ പാർട്ടികളിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടമായി എന്നതിന്റെ തെളിവാണിതെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് വ്യക്തമാക്കിയത്. പ്രതിപക്ഷത്തിന് കൃത്യമായ അജണ്ടകളില്ലെന്നും കോൺഗ്രസിന്റേത് വികസന അജണ്ടകളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദില്ലിയിൽ മാത്രം സഖ്യം മതി എന്നാണ് കോൺഗ്രസ് നിലപാട്. ദില്ലിയിൽ 7 സീറ്റാണുള്ളത്. എന്നാൽ AP പറയുന്നത് 4 സംസ്ഥാനങ്ങളിലെ 33 സീറ്റുകളിൽ സഖ്യം വേണമെന്നാണ്. ഇതാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള തർക്ക വിഷയം. ദില്ലി, ഹരിയാന, പഞ്ചാബ്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലും ചണ്ഡിഗഡിലും സഖ്യം വേണമെന്നും ഇവിടെയുള്ള 33 മണ്ഡലങ്ങളിൽ സഖ്യമുണ്ടാക്കാനായാൽ ഇരു കക്ഷികൾക്കും വൻ വിജയം നേടാനാകുമെന്നും AP പറഞ്ഞു. തങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്ന 33 സീറ്റുകളിൽ 23ലും കഴിഞ്ഞ തവണ BJP ആണ് ജയിച്ചതെന്നും AP നേതാക്കൾ പ്രതികരിച്ചു.